നിലവിൽ റഷ്യ യുക്രൈൻ യുദ്ധം തുടരുന്ന പശ്ചാത്തലത്തിൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലൊരു ആണവ യുദ്ധം ഒഴിവാക്കാൻ തന്റെ ഇടപെടലാണ് കാരണമായതെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് വീണ്ടും അവകാശപ്പെട്ടിരിക്കുകയാണ്. ഇലോൺ മസ്കിന്റെ നേതൃത്വത്തിലുള്ള ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഗവൺമെന്റ് എഫിഷ്യൻസി എന്ന സംവിധാനത്തിൽ നിന്നുള്ള പിന്മാറ്റം അടയാളപ്പെടുത്തിയ ഒരു ചടങ്ങിൽ ഓവൽ ഓഫീസിൽ വെച്ച് നടത്തിയ പ്രസംഗത്തിലാണ് ട്രംപ് ഈ അവകാശവാദം വീണ്ടും ഉന്നയിച്ചത്. ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള സംഘർഷം അവസാനിപ്പിക്കാൻ അമേരിക്ക വ്യാപാര സമ്മർദ്ദം ഒരു ഉപകരണമായി ഉപയോഗിച്ചുവെന്നും അദ്ദേഹം വാദിച്ചു. ഒപ്പം ഇന്ത്യയിലെയും പാകിസ്ഥാനിലെയും നേതാക്കൾക്കും തന്റെ ജനങ്ങൾക്കും നന്ദി പറയുകയും ചെയ്തു. ലോകത്തിലെ ഏറ്റവും മികച്ച സൈന്യവും നേതാക്കളും അമേരിക്കയ്ക്കുണ്ടെന്നും മറ്റുള്ളവരെ യുദ്ധത്തിൽ നിന്ന് തടയാൻ തങ്ങൾക്ക് കഴിയുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ഇന്ത്യ പാക് സംഘർഷം ലഘൂകരിക്കുന്നതിൽ അമേരിക്കയുടെ സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന ചർച്ചകൾക്ക് ഈ വാക്കുകൾ വീണ്ടും തിരികൊളുത്തി. US വാണിജ്യ സെക്രട്ടറി ഹൊവാർഡ് ലുട്നിക് ട്രംപിന്റെ അവകാശവാദത്തെ പിന്തുണച്ചുകൊണ്ട് ഇന്റർനാഷണൽ എമർജൻസി ഇക്കണോമിക് പവേഴ്സ് ആക്ട് പ്രകാരം താരിഫ് നടപടികൾ ഏർപ്പെടുത്തിയതായി ഒരു നിയമപരമായ ഫയലിംഗിൽ വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. എന്നാൽ ഇന്ത്യ ട്രംപിന്റെ ഈ വാദത്തെ പൂർണ്ണമായും തള്ളിക്കളഞ്ഞു. വ്യാപാരമോ താരിഫോ ചർച്ച ചെയ്തിട്ടില്ല എന്നും സൈനിക തലത്തിലുള്ള ചർച്ചകളിലൂടെ മാത്രമാണ് സംഘർഷം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചതെന്നും ഇന്ത്യയുടെ വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജസ്വാൾ വ്യക്തമാക്കി. ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിലുള്ള നേരിട്ടുള്ള ഇടപെടലിലൂടെയാണ് ഈ വെടിനിർത്തൽ സാധ്യമായതെന്നും അദ്ദേഹം ഊന്നി പറഞ്ഞു. ജർമ്മൻ ദിനപത്രമായ ഫ്രാങ്ക്ഫർട്ടർ അൽജമൈൻ സെയ്ത്തുങ്ങിനോട് സംസാരിച്ച വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വിദേശ ഇടപെടലിന്റെ വാദം തള്ളിക്കളഞ്ഞിരുന്നു. 2025 ഏപ്രിൽ 22-ന് ജമ്മുകാശ്മീരിലെ പേൽഗാമിൽ 26 സാധാരണക്കാർ കൊല്ലപ്പെട്ട ഭീകരാക്രമണത്തെ തുടർന്നാണ് ഇന്ത്യ ഓപ്പറേഷൻ സിന്ദൂർ ആരംഭിച്ചത്. പാകിസ്ഥാനിലും പാകിസ്ഥാൻ അധിനിവേശ കശ്മീരിലും പ്രവർത്തിക്കുന്ന ലഷ്കർ ഇ തോയ്ബ, ജയ്ഷെ എ മുഹമ്മദ് തുടങ്ങിയ ഭീകര സംഘടനകളുടെ ക്യാമ്പുകൾ ലക്ഷ്യമിട്ടാണ് മെയ് 7-ന് ഈ സൈനിക നടപടി തുടങ്ങിയത്. ഉയർന്ന കൃത്യതയോടെ നടത്തിയ ഈ ആക്രമണങ്ങളിൽ കുറഞ്ഞത് 9 ഭീകര ക്യാമ്പുകൾക്കെങ്കിലും കനത്ത നാശനഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. ആദ്യ 2 ദിവസങ്ങളിൽ 100-ലധികം ഭീകരവാദികൾ കൊല്ലപ്പെട്ടതായി റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. പ്രതികാരമായി പാകിസ്ഥാൻ നടത്തിയ ആക്രമണങ്ങൾക്ക് മറുപടിയായി ഇന്ത്യ അവരുടെ പ്രധാന വ്യോമതാവളങ്ങളും പ്രതിരോധ സംവിധാനങ്ങളും തകർത്തു. ഇരു രാജ്യങ്ങളും ഡ്രോൺ, മിസൈൽ ആക്രമണങ്ങൾ പരസ്പരം നടത്തിയതോടെ സ്ഥിതിഗതികൾ വഷളായി. എന്നാൽ മെയ് 10-ന് ഇന്ത്യയുടെയും പാകിസ്ഥാന്റെയും ഡയറക്ടർ ജനറൽ ഓഫ് മിലിറ്ററി ഓപ്പറേഷൻസ് തമ്മിൽ നടത്തിയ ചർച്ചകളിലൂടെ കര, വ്യോമ, സമുദ്ര മേഖലകളിലെ ശത്രുതകൾ അവസാനിപ്പിക്കാൻ ധാരണയിലെത്തി. ഈ ധാരണയാണ് സംഘർഷത്തിന് താൽക്കാലിക വിരാമമിടാൻ കാരണമായത്. ട്രംപ് വ്യാപാര സമ്മർദ്ദം വഴി സംഘർഷം അവസാനിപ്പിച്ചുവെന്ന് ആവർത്തിച്ച് അവകാശപ്പെടുമ്പോൾ ഇന്ത്യ ഇത് പൂർണ്ണമായും തള്ളിക്കളയുകയാണ്. സംഘർഷം അവസാനിപ്പിക്കാനുള്ള തീരുമാനം സ്വതന്ത്രവും നിലവിലെ സൈനിക സാഹചര്യങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളതുമാണെന്ന് ഇന്ത്യൻ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നു. ഇന്ത്യയുടെ ഈ നിലപാട് തന്ത്രപരമായ സ്വയം ഭരണം എന്നത് ഇന്ത്യൻ വിദേശ നയത്തിന്റെ കാതലാണെന്ന് ഊന്നി പറയുന്നു. അമേരിക്കയുമായി അടുത്ത ബന്ധം നിലനിൽക്കുമ്പോഴും സൈനിക നടപടികളും വെടിനിർത്തലും സംബന്ധിച്ച തീരുമാനങ്ങൾ ന്യൂഡൽഹിയിലാണ് എടുക്കുന്നതെന്നും വാഷിംഗ്ടണിന്റെ സ്വാധീനമില്ലെന്നും ഇന്ത്യ വ്യക്തമാക്കുന്നു. ട്രംപിന്റെ പ്രസ്താവനകൾ സാമ്പത്തിക ശക്തിയിലൂടെ ആഗോള സമാധാന നിർമ്മാതാവായി സ്വയം ചിത്രീകരിക്കാനുള്ള ശ്രമമായി കാണുമ്പോൾ ഇന്ത്യ തങ്ങളുടെ സൈനിക പ്രവർത്തനങ്ങളുടെ കൃത്യത, ദേശീയ സുരക്ഷാ മുൻഗണനകൾ, സായുധ സേനയുടെ പ്രൊഫഷണലിസം എന്നിവ ഉയർത്തിക്കാട്ടുന്നു. ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷത്തിന്റെ പരിഹാരത്തിന് പിന്നിൽ ആരാണ് എന്ന ചോദ്യത്തിന് 2 രാജ്യങ്ങളുടെ ലോകവീക്ഷണങ്ങളിലെ വ്യത്യാസങ്ങളാണ് വ്യക്തമാകുന്നത്. ട്രംപ് തന്റെ ഭരണകൂടത്തിന്റെ ഇടപെടലിന് ക്രെഡിറ്റ് അവകാശപ്പെടുമ്പോൾ ഇന്ത്യ അത് തള്ളിക്കളഞ്ഞ് തങ്ങളുടെ സൈനിക ശക്തിയും അതുപോലെ തന്ത്രപരമായ തീരുമാനങ്ങളുമാണ് വെടിനിർത്തലിന് കാരണമെന്ന് തറപ്പിച്ചു പറയുന്നു. ഈ വൈരുദ്ധ്യം ആഗോള രാഷ്ട്രീയത്തിൽ വ്യത്യസ്ത ശക്തികൾ തങ്ങളുടെ പങ്കിനെ എങ്ങനെ വ്യാഖ്യാനിക്കുന്നു എന്നതിന്റെ ഒരു പ്രതിഫലനമാണ് കാണിക്കുന്നത്. എന്ത് തന്നെ ആയാലും പ്രസിഡന്റുമാർ തമ്മിലുള്ള ചർച്ചകളല്ല, മറിച്ച് ജനറൽമാർ തമ്മിലുള്ള നേരിട്ടുള്ള സംഭാഷണങ്ങളാണ് സംഘർഷത്തിന്റെ പരിഹാരത്തിന് നിർണായകമായതെന്ന് ഉറപ്പാണ്.